നമസ്കാരം. അമർ അക്ബർ അന്തോണി ഈ സിനിമ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നാദിർ ഷാ ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. കുറച്ച് വർഷം, 7-8 വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അന്ന് ആ സിനിമ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ഏകദേശം 35 കോടിയോളം അന്ന് കളക്ട് ചെയ്തെന്നുള്ള ഒരു സിനിമയാണത്. ഓക്കെ, അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചെറിയ ഒരു ടോക്ക്, ഒരു വിവാദമാണിപ്പോൾ ചില ഉടായ്പ ഫാൻസുകാർ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. അതായത് അന്ന് അറിയാമല്ലോ, ആ സിനിമ എന്ന് പറയുന്നത് ഒരു ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ ഇവരുടെ ഒരു കോംബോ ആയിരുന്നത്. അത് നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ആ ഒരു കോംബോയ്ക്ക് ക്ലാസ്മേറ്റ്സിന് ശേഷം വീണ്ടും റീജോയിൻ ചെയ്യുന്നൊരു കോംബോ. പൃഥ്വിരാജിനെ പോലെ ഒരാളെ ഹ്യൂമർ കാറ്റഗറിയിലേക്ക് പ്ലേസ് ചെയ്തു. അത് സക്സസ്ഫുള്ളാക്കി. അതെല്ലാവരുടെ ഹ്യൂമർ ഭയങ്കര അടിപൊളിയായിട്ട് വർക്കൗട്ടായി. ഇപ്പോഴും അതിന് ഒരു റിപ്പീറ്റഡ് വാല്യൂള്ളൊരു സിനിമയാണ്. അപ്പോൾ അന്ന് ഇന്ദ്രജിത്തിൻ്റെ സ്ഥാനത്ത് ശരിക്കും ആസിഫ് അലീനെയാണ് കാസ്റ്റ് ചെയ്ത് വെച്ചത്. അത് ആസിഫ് അലി ഇപ്പോൾ തലവൻ്റെ ഈ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷനിൽ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇത് പല ഫാൻസ് ഗ്രൂപ്പിലും പൃഥ്വിരാജിനെതിരെ വലിയ രീതിയിൽ ഇങ്ങനെ ആൾക്കാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് മനഃപൂർവ്വം ഇന്ദ്രജിത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഫ് അലീനെ, അത് ആസിഫ് അലി ഫാൻസ് ആയിരിക്കാം, ആസിഫ് അലീനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടിയതാണ്, പുള്ളീനെ ഇല്ലാണ്ടാക്കാൻ നോക്കി എന്നുള്ളതൊക്കെയാണ് പലയിടത്തും കമൻറ്റ് വരുന്നത്. ശരിക്കും നമ്മൾ കാണുമ്പോൾ ചിരിച്ചു പോവുക. ശരിക്കും ഒന്നാമത്തെ കാര്യം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടൻ്റെ ഒരു അസസ്മെൻറ്റ് ഭയങ്കരമാണ്. കാര്യം പുള്ളി ഒരാളെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാണ് പരിപാടി. അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലുള്ള ഒരു നടനല്ല പൃഥ്വിരാജ്. സാധാരണ നമ്മൾ ഇതൊരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു നടന്മാരുടെ ഭയങ്കര പൊളിറ്റിക്സ് ഉള്ളൊരു ഏരിയയാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ഇങ്ങനെ ഒരാളെ ഇല്ലാണ്ടാക്കാൻ നോക്കുക, അതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, അവസരങ്ങൾ ഇല്ലാണ്ടാക്കാൻ നോക്കുക. പക്ഷെ അത് ഒരിക്കലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടനിൽ നിന്നും അതങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പുള്ളി അതിനേക്കാൾ മേലെ നിന്ന് ചിന്തിക്കുന്ന, സ്വന്തം കഴിവിൽ അത്രത്തോളം വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, പുള്ളിക്ക് ആരെയും താഴ്ത്തിക്കേണ്ട കാര്യമോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പുള്ളി തന്നെ പറയാറുണ്ട്, ഇനിയും നായകന്മാർ മലയാള സിനിമയിൽ വരണം എന്ന് അത്ര ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യം ഒത്തിരി സ്ക്രിപ്റ്റുകൾ പുള്ളി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി സ്ക്രിപ്റ്റുകൾ മലയാളത്തിൽ എഴുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ നടന്മാരെ വെച്ച് സിനിമയാക്കാൻ പറ്റുന്നതാണ്. എല്ലാ സിനിമയും ഒരാൾക്കാർക്ക് പറ്റണമെന്നല്ലല്ലോ. അപ്പോൾ ആ സിനിമകളൊക്കെ മലയാളത്തിൽ ഉണ്ടാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള നായകന്മാർ പോരാ, ഇനിയും ഒത്തിരി നായകന്മാർ, ഏകദേശം ഒരു 10-60 മേലെ നായകന്മാർ ശരിക്കും ഫ്രണ്ട് ലൈനിലുണ്ടെങ്കിലേ ഈ സ്ക്രിപ്റ്റുകളൊക്കെ മലയാള സിനിമ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നടനെ താഴ്ത്തിക്കേണ്ട കാര്യമൊന്നും മൂപ്പർക്കില്ല. ഓക്കെ, അതിപ്പോൾ ആസിഫ് അലി അന്നും അല്ല ഇന്നും പൃഥ്വിരാജിന് മേലെയുള്ളൊരു നടനുമല്ല, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ പൃഥ്വിരാജ് അന്ന് ഈ ആസിഫ് അലിനെ ആ റോളിൽ വേണ്ട എന്ന് പറയാനുള്ള കാരണം നമുക്ക് ആ സിനിമയുടെ വിജയം തന്നെയാണ്. ആ സിനിമ അത്രത്തോളം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രജിത്തിനെ ആ റോളിൽ പ്ലേസ് ചെയ്തത് കറക്റ്റാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതിനകത്ത് പ്ലേസ് ചെയ്യാനുള്ളൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, ഇപ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, നരേൻ, ജയസൂര്യ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. കൊറോണ വന്ന സമയത്തൊക്കെ അവർ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഓണാക്കി അതിനകത്ത് ലൈവ് വീഡിയോ കോളൊക്കെ ചെയ്തത് നമുക്ക് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു ബോണ്ടോട് കൊണ്ടുപോകുന്ന ഒരു വളരെ എൻജോയ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ഈ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കോറായിട്ട് ഒരു സിനിമയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതവർക്ക് ഈസിയാണ്, കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സിനിമയിലെ ആ റോളുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കിപ്പെട്ട സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ഈസിയായിട്ട് വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് തന്നെ വേണമെന്നുള്ളതാണ് പൃഥ്വിരാജ് അന്ന് വാദിച്ചത്. അതിന് ഇന്ദ്രജിത്താണെന്നോ ജയസൂര്യ ആയതുകൊണ്ടല്ലത്. കാര്യം അവരൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്, ഒരേ സമയത്ത് സിനിമയിൽ വന്നതാണ്. അപ്പോൾ ആസിഫ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആസിഫിനെ ആ റോളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനിയൻ ചേട്ടൻ ബന്ധമായി പോകും. പക്ഷേ ആ റോള്, ആ അമർ അക്ബർ അന്തോണിയുടെ ആ റോള് ശരിക്കും എടാപോടാ ബന്ധം കീപ്പ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ, ഇൻ ആൻഡ് ഔട്ട് കമ്മ്യൂണിക്കേഷൻ, ഗീവ് ആൻഡ് ടേക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്ന റോളാണ്. അപ്പോൾ അത് അവർ തന്നെ ചെയ്തതാണ് ശരിയെന്നുള്ളത് ആസിഫ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഫാൻസുകാർ ഇപ്പോഴും പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ആസിഫ് അലി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരിക്കലും അതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞത് അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിലാണ്. ആ 3 പേരാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അത് ആ സ്ക്രീൻ സ്പേസിൽ ഞാൻ പോയി നിന്നാൽ എപ്പോഴും ആളുകൾക്ക് കാണുമ്പോൾ ഞാനൊരു അനിയനെ പോലെ തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റണം എന്നല്ല പറഞ്ഞത്. അതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയതിന്റെ ആയിട്ടുള്ള വ്യത്യാസം. അതിൽ കൃത്യമായിട്ട് ഒരു ബിസിനസ് ഉണ്ടല്ലോ. ഇപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സിലെ ടീം അങ്ങനെ തന്നെയാന്നുള്ളത്. അതെ, അതാണ് എന്റെ സംഭവം. അത്ര
ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആസിഫ് അലി ആ റോളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചേട്ടനനിയൻ ബന്ധത്തിലേക്ക് മാറുന്നു. മറ്റേതാകുമ്പോൾ കറക്റ്റ് ഓക്കെയാണ്. ശരിക്കും ആസിഫ് അങ്ങനെ മീൻ ചെയ്ത് പറഞ്ഞതല്ല, പക്ഷെ ആൾക്കാർ എങ്ങനെയാണത് റിസീവ് ചെയ്യുന്നുള്ളതാണ് പുള്ളിയുടെ വിഷമം. പുള്ളിക്ക് അതിനകത്തൊരു പ്രശ്നം, ഒരു പരാതിയും കൂടി വേറെ പറയുന്നുണ്ട് പുള്ളി. ആദ്യം പറഞ്ഞ പോയിന്റാണ് ഏറ്റവും കറക്റ്റ്. കാരണം ഇവർ ഒരേ പ്രായക്കാരാണ്. അതിന്റെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്. സ്ക്രീനിൽ എടാ പോടാ എന്ന് വിളിക്കുമ്പോൾ പറയുന്ന ഒരു സ്ക്രീൻ ആസി അവരെക്കാൾ ജൂനിയർ ആണ് പ്രായം കൊണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട്, സ്ക്രീൻ ഏജ് കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ആ കോംബോ അവർക്ക് കിട്ടുന്നൊരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, അതായിരിക്കില്ല ആസി ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ്. പൃഥ്വി അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയി അതൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അയാൾ അങ്ങനത്തെ ഒരു ആക്ടറെ കുറിച്ചല്ല പറയുന്നത് അവിടെ, അയാൾ സിനിമയെ കുറിച്ചാണ് ചിന്തിക്കുക. അയ്യോ അങ്ങനെ പറയുമ്പോൾ ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞോളാം. അല്ല, എന്റെ ഒരു പേഴ്സണൽ വിഷമം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്കൊരു ആക്സിഡന്റ് ആയാലും പറഞ്ഞില്ലേ, അന്ന് ആ ആക്സിഡന്റ് ആയ അന്ന് മുതൽ എല്ലാ ദിവസവും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് രാജേട്ടനും പ്രീശേഷിയും. ഇവര്, അതായത് രാജേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാഞ്ഞിട്ട് സുപ്രിയ സമയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് രാജേട്ടൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയി ചെയ്യണമെന്ന് പറഞ്ഞ് അതായത് എന്റെ അടുത്ത് പറഞ്ഞു, ഇനി സർജറി കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു, നീ ഓർക്കരുത്, ഇനിയാണ് നീ അനുഭവിക്കാൻ പോണം, 3 മാസം വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആ പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, കൂടെ ഇരിക്കുന്ന ആൾ. പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യും. അതായത് ഒരു ആക്ടറിൻ്റെ വേണ്ടിയിട്ടല്ല, ഒരു സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാം, അതാണ് പുള്ളിയോട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ആക്ടറെ ഒഴിവാക്കുകയോ അല്ല ഒരു ആക്ടർ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള ഒരു തക്കടതരിയുടെ പഴയ പരിപാടികൾ അതൊന്നും പുള്ളി ചെയ്യില്ല. പുള്ളിയുടെ ഏരിയ ഒന്നും അല്ലത്. ഈ ആക്ടേഴ്സുമായിട്ട് കിടന്ന് ഈ പൊളിറ്റിക്സ് കളിക്കുക എന്നും മൂപ്പരുടെ ഏരിയ അല്ല. മൂപ്പര് സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെ വൃത്തിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ പൃഥ്വിരാജിനും അടുത്ത കാലത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതിനുശേഷം റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് എമ്പുരാനൊക്കെ ഈ ഷൂട്ടിങ് നീണ്ടുപോയത്, അല്ലെങ്കിൽ വിദായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഷൂട്ടിങ് നീണ്ടുപോയതിൻ്റെ കാര്യം ആ ഒരു ആക്സിഡൻ്റാണ്. അപ്പോൾ ആസിഫ് അലിക്ക് അതേപോലെ ആക്സിഡൻറ്റ് വന്നു. ആ സമയത്ത് പൃഥ്വിരാജും സുപ്രിയയും കൂടിയാണ് വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിൽ ചോദിക്കുന്നതൊക്കെ. അപ്പോൾ അത്രയും ബോണ്ട് ഇവർ ഫാമിലി ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അതിന് ഈ അമർ അക്ബർ എന്നതിന് ശേഷമായിരിക്കണം സപ്തമശ്രീ തസ്കര, അല്ല അതിന് മുന്നേ ആയിരുന്നു. ഓക്കെ. അതിന് ശേഷം അനുരാഗ് കരിക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ, അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, അതായത് അന്ന് ഓഗസ്റ്റ് മീഡിയയാണ് പൃഥ്വിരാജ് അസോസിയേറ്റ് ചെയ്തിരുന്ന പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മീഡിയയാണ്. ഷാജി നടേശൻ, സന്തോഷ് ശിവൻ, ആര്യ, പൃഥ്വിരാജൊക്കെ തുടങ്ങിയൊരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിലൊന്ന് ഇപ്പോൾ പൃഥ്വിരാജ് അതിനകത്തില്ല. ഇപ്പോൾ പൃഥ്വിരാജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സുപ്രിയ മേനോൻ എന്ന് പറഞ്ഞ ഒരു ലേബിളിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഇതിൽ. അപ്പോൾ അന്ന് ഓഗസ്റ്റ് മീഡിയ ചെയ്തത് അനുരാഗ് കരിക്കുമ്പോഴും ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ആസിഫ് അലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഈ കാപ്പ പോലുള്ള സിനിമ, കാപ്പ എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ച ഒരു സിനിമയാണ് കാപ്പ. അതിലും ആസിഫ് അലീനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആസിഫ് അലി ആയിട്ടുള്ള കോംബോ കോസ്റ്റാറുമായിട്ട് നിന്നിട്ടുള്ള റോളുകൾ. അപ്പോൾ പൃഥ്വിരാജ് അത്രത്തോളം ഒരു സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് പുള്ളി ഏത് രീതിക്കും കോംപ്രമൈസ് ചെയ്യും. ഇപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി അയ്യപ്പനും കോശിയിലും. ഓക്കെ. ആ പടത്തിൽ എന്തുകൊണ്ട് പുള്ളി ആ റോൾ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയുടെ ഒരു അസസ്മെൻറ്റ്. അല്ലാണ്ട് ഈ ഉഡായിപ്പ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പരിപാടി അതൊക്കെ പണ്ടാണ്. ഇപ്പോഴൊന്നും അങ്ങനെ പൊളിറ്റിക്സ് ആരും കളിക്കുകയില്ല. ഇപ്പോൾ അത്രത്തോളം സ്ക്രിപ്റ്റുകൾ മലയാളത്തിൽ വരുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ സമയമില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫാൻസുകാർ ഇങ്ങനെ കിടന്ന് ഈ പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ ഉഡായിപ്പ് കാണിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്, പുള്ളിയുടെ അസസ്മെൻ്റ് എല്ലാം കറക്റ്റാണ്. പുള്ളി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാളെ കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയോ ചെയ്യണമെന്നെങ്കിൽ അത്രത്തോളം അതിനകത്ത് പുള്ളിക്ക് അത് അറിയാം. പുള്ളിക്ക് അതിനുള്ള എല്ലാ മേഖലകളും അറിയാവുന്നതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തക്കിടതരിയുടെ ഉടായ്പ് കാണിച്ച് എന്തിനാണ് വെറുതെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. മോൺസ്റ്റർ, പുലിമുരുകൻ, മോൺസ്റ്റർ, വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹിറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. എണ്ണം പറഞ്ഞെന്ന് പറയുമ്പോൾ മാസ് സിനിമകളെടുത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ ക്യാൻവാസ്, ഒരു വലിയ ക്രാഫ്റ്റിനെ വെച്ച് മലയാള സിനിമകളിൽ ഈ അടുത്തൊരു 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഏറ്റെടുപ്പിച്ച ഒരാൾ വൈശാഖാണ്. പുള്ളിയുടെ സിനിമകൾ മല്ലു സിംഗ് തുടങ്ങി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എത്ര സിനിമകളുണ്ട്. ഇപ്പോൾ പോക്കിരി രാജ, അതിൻ്റെ രാജ തുടങ്ങിയ എല്ലാ സിനിമകളും, മധുരരാജ, അല്ലെങ്കിൽ പുലിമുരുകൻ, പിന്നെ സീനിയേഴ്സ്, അങ്ങനെ വലിയ ക്രാഫ്റ്റ് വരുന്ന എല്ലാ സിനിമകളും പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് മാസും ക്ലാസ്സും എല്ലാം കൂടി ചേർത്ത് പുള്ളി ഒരു അടിച്ചിറക്കും. അപ്പോൾ ടർബോ മമ്മൂട്ടിയുടെ അതും അങ്ങനത്തെ ഒരു സിനിമയാണ്, അതൊരു മാസ് സിനിമ തന്നെയാണ്.
മമ്മൂക്കനെ വെച്ച് എങ്ങനെ ഒരു മാസ് സിനിമ എടുക്കാം, അതാണ് പുള്ളി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസകരമായ ഒരു ഇൻ്റർവ്യൂ ആണ് പുള്ളിയുടെ കാണിച്ചിരിക്കുന്നത്. പുള്ളി പറയണേ ഇത്രേ ഉള്ളൂ, ലാലേട്ടനെ വെച്ചൊരു ഫുൾ ഫ്ലെഡ്ജ് ആക്ഷൻ സിനിമ അവരുടെ പ്ലാനിങ്ങിലുണ്ട്. അത് ആന്റണി ഇത് തന്നെ ആശീർവാദിൻ്റെ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. സ്ക്രിപ്റ്റൊക്കെ അതിൻ്റെ ലോക്കഡാണ്, പിന്നെ ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ മാസ് സിനിമയാണ്, അത് ഇറക്കും. അപ്പോൾ പുലിമുരുകന് ശേഷം ഈ മോൺസ്റ്റർ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം വൈശാഖിൻ്റെ ഒരു സിനിമാഗ്രാഫി എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ഹിറ്റും മാസ് സിനിമകളും ചെയ്തു പോരുന്ന ഒരു സിനിമാഗ്രാഫിയാണ്. അപ്പോൾ ആ സമയത്ത് മോൺസ്റ്റർ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷയായിരുന്നു പുലിമുരുകന് ശേഷം വലിയ ഹിറ്റ് അടിക്കും. പക്ഷേ വൈശാഖ് പറയണത് ശരിക്കും ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഒരു തിയേറ്റർ സിനിമയായിട്ട് എടുത്തൊരു സിനിമയല്ല. നമുക്കറിയാം ഈ ആ സമയത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും, ഇപ്പോൾ എലോൺ ആയാലും അല്ലെങ്കിൽ 12th മാൻ ആയാലും അല്ലെങ്കിൽ ദൃശ്യം 2 ആണെങ്കിലും ബ്രോഡാഡി ആണെങ്കിലും ഇങ്ങനെയുള്ള ഒത്തിരി സിനിമകൾ ഈ സിനിമ തിയേറ്ററിന് വേണ്ടി എടുത്ത സിനിമകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ക്യാൻവാസിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ പരിമിതിയുണ്ട്. ശരിക്കും ഈ ചെറിയ ക്യാൻവാസ് എന്ന് പറഞ്ഞത് വൈശാഖ് ഇതുവരെയും എടുത്ത് നോക്കാത്തൊരു ഏരിയ പോലുമാണ്. പുള്ളിയുടെ സിനിമകളെല്ലാം അങ്ങനത്തെ വലിയ ബ്രോഡായിട്ടുള്ള സിനിമകളാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഇവർ എടുത്തത് OTTക്ക് വേണ്ടി എടുത്തു. പക്ഷേ അതിനിടയ്ക്ക് തിയേറ്റർ ഓപ്പണായി, അത് ഫുൾ ഒക്കുപ്പൈഡായി. ഇറങ്ങി വന്നപ്പോൾ വൈശാഖിൻ്റെ പോയിട്ട് ലാലേട്ടൻ്റെ പോയിട്ട് ഒരു ആന്റണി പെരുമ്പാവൂർ സിനിമ പോലും ആയില്ല എന്നുള്ള രീതിയിൽ ട്രോളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ട്രോള്. ഇപ്പം സമീപകാലത്ത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാലിനൊരു ചീത്ത സിനിമ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസുകാരും എല്ലാവരും കൂടി അതിൻ്റെ സംവിധായകരെ എഴുത്തുകാരുടെ തന്തക്ക് വിളിയോട് തന്തക്ക് വിളിയാണ്. അതാണ് പറഞ്ഞത്. മോഹൻലാലിനെ നശിപ്പിക്കണം അവരാണെന്നുള്ളതാണ്. അപ്പം മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കണം. ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. നമുക്കും അഭിപ്രായമാണ്, അത് ഇപ്പോഴൊരു മാറ്റമൊന്നുമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിനെ പോലെ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കൂ. അശ്വന്ത് പോക്കൊക്കെ നീട്ടി വിളിച്ചു, ഡേറ്റ് കൊടുക്കൂ ലാലേട്ടാ, നിങ്ങൾ അശ്വന്ത് ലിജോയ്ക്ക് കൊടുക്കൂ, LJPക്ക് ഡേറ്റ് കൊടുത്തൊരു 6 മാസമൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് മലൈക്കോട്ട് വാലുവൻ. എന്ത് സംഭവിച്ചു? സിനിമ ഇറക്കിയപ്പോൾ അശ്വന്ത് പോക്ക് ഉൾപ്പെടെ ലിജോ ജോസ് പെല്ലിശ്ശേരിനെ തെരുവിളിക്കണമാണ് നമ്മൾ കണ്ടത്. നീയൊക്കെ എന്ത് കോപ്പറേറ്റ് ഡയറക്ടറാണോ എന്നുള്ളതാണ്. ഇപ്പോൾ പുള്ളി അവസാനം ചാനലിൽ വന്നിരുന്ന് കരയേണ്ടി വന്നത്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ശരിക്കും അതൊരു ക്ലാസ് സിനിമയായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിലവിൽ കാര്യങ്ങൾ പോകണം. അപ്പോൾ മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാരിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഒത്തിരി റീൽസുകൾ ലാലേട്ടൻ്റെ വരുന്നുണ്ട്, ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു നടനെ അത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം ഫീലാണ് ലാലേട്ടൻ്റെ ഒരു റീൽസ് കാണുന്നതൊക്കെ. അപ്പോൾ ലാലേട്ടനെ പറ്റിയൊരു സിനിമ എടുക്കുമ്പോൾ അത്രയും ഇനി കരുതൽ വേണം. അപ്പോൾ ഈ സമീപകാലത്ത് അങ്ങനെ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഈ ഉദയകൃഷ്ണയൊക്കെ അങ്ങനെയാണ് ഏറിപ്പോയി, വൈശാഖ് ഏറിപ്പോയി, ലിജോ ജോസ് പെല്ലിശ്ശേരി ഏറിപ്പോയി, ഉണ്ണികൃഷ്ണ എയറിൽ ഷാജി കൈലാസ് എയറിൽ പോകാത്തത് ആരുമില്ല. ലാലേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എയറിലാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. പുള്ളി പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു ഇതിൽ ഇറക്കിയതാണ് മോൺസ്റ്റർ, അത് തിയേറ്റർ ഇത്ര ഓണായി നമ്മളാപ്പടെ പെട്ടും പോയെന്നുള്ളതാണ് മൂപ്പര് സംസാരിക്കുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന ലാലേട്ടൻ സിനിമകളെന്ന് പറയുന്നത് മൂപ്പര് അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ശരിക്കും ചെയ്യാനിരുന്ന സിനിമ വൻ സിനിമയാണ്, അത് ചെയ്യും, അതൊരു വൻ പരിപാടി ചെയ്യും. അത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ലാലേട്ടന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അല്ലല്ല, അത് ലാലേട്ടൻ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതിനി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഡേറ്റ്സുകളെല്ലാം ഇപ്പൊ എല്ലാവരും പല പല സിനിമകളിലേക്ക് പോകണല്ലോ. തിരിച്ചത് ചേർന്ന് വരുന്ന സമയത്ത് അത് ചെയ്യും. അതിന്റെ ക്ഷീണമൊക്കെ ഞാൻ അന്നേരം മാറ്റിക്കോളാം. വൻ പരിപാടി അടിക്കും. അല്ല ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ്, അത് കോവിഡ് സമയത്ത് ചെയ്തു. തിയേറ്റർ ഓപ്പൺ ആവും നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഞാൻ തിയേറ്ററിലേക്കോ ഇതോ നമ്മൾ തന്നെ ചോദിക്കാണ്, ഇതോ തിയേറ്ററിലേക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിപ്പിക്കും. നമ്മളൊരു ചെറിയ പരിപാടിക്ക് വേണ്ടി ചെയ്തൊരു സിനിമ എടുത്തിട്ട് കൊണ്ട് വലിയ പരിപാടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ. അത് പറ്റുന്നൊരു കാര്യമല്ല, അത് പ്രാക്ടിക്കലി നടക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്കും ടെൻഷൻ ആയിപ്പോയി. പക്ഷെ അതിലൊത്തിരി പഴി കേട്ടു. ഞാൻ അത് കേൾക്കാൻ അർഹനാണല്ലോ. കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ OTTക്ക് വേണ്ടി ചെയ്തതാണോ, ഇയാൾ ചെറിയ ബഡ്ജറ്റ് ചെയ്തതാണോ, ഇയാൾ ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്താണോ എന്ന് അറിയേണ്ടതല്ല. അവൻ കാശ് മുടക്കി ഒരു സിനിമ കാണാൻ വന്നു, അതവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ അവസ്ഥ എന്താ നമുക്കറിയാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആ സ്പോർട്സ്മാൻ ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടന് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ബേസിക്കലി ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഭ്രാന്താണ് എനിക്ക്. പുള്ളി അതിനേക്കാളും വലിയ ഭ്രാന്തന ആക്ഷൻ്റെ കാര്യത്തില്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും ആക്ഷൻ. കാരണം എന്താ വെച്ചാൽ രണ്ടു പേർക്കും അത് നന്നാവണം എന്ന് പറയുന്ന ഒരു പരിപാടി ഉള്ളതാണല്ലോ. എനിക്ക് പുലിമുരുകനിൽ ഒരു പരിധി വരെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത പരിപാടി ചെയ്യുന്ന സമയത്ത് വൻ ആക്ഷൻ പിടിക്കും ലാലേട്ടൻ്റെ. ഇതിനപ്പുറത്തേക്കാണ് പിടിക്കും. പുലിമുരുകൻ എന്ത് കുഴപ്പം ആക്ഷൻ? പുലിമുരുകൻ തുടക്കമല്ലേ ഉള്ളൂ, ശരിക്കുള്ളതിന് ചെയ്യണമല്ലോ.
ഓ ഇത് കേട്ടിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ. എനിക്ക് ആ സിനിമ കാണാനുള്ള അപ്പം ഇത്രയേ ഉള്ളൂ പുള്ളി പറയണത്. മോൺസ്റ്റർ OTTക്ക് വേണ്ടി എടുത്തു വെച്ചു. അപ്പോൾ തിയേറ്ററിലേക്ക് ആന്റണി പെരുമ്പരായിരിക്കും പറഞ്ഞത് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഇത് തിയേറ്ററിലേക്കോ എൻ്റെ കർത്താവ്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അത് തിയേറ്ററിൽ ഇറക്കാനുള്ള സിനിമയല്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ജോണറിലുള്ള അല്ലെങ്കിൽ പുള്ളി എടുക്കുന്ന ഒരു സിനിമ റോയിൽ വെച്ചിട്ടുള്ള സിനിമ അല്ലത് മോൺസ്റ്റർ. അത് നമുക്ക് കണ്ടറിയാം. പക്ഷെ സ്റ്റിൽ ആ ഫിലിം അത്ര മോശമൊന്നും സിനിമയൊന്നും അല്ലത്. ഓക്കെ. അപ്പോൾ പുള്ളിന് പറയുന്നത് പുലിമുരുകൻ പോലത്തെ ഒരു ആക്ഷൻ സിനിമ പിടിക്കണം. ലാലേട്ടന് ഫൈറ്റ് ഇഷ്ടമാണ്, എനിക്ക് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മാസിൽ നമുക്കത് ചെയ്യാൻ പറ്റും, സമയമെടുത്തൊക്കെ ചെയ്യാൻ പറ്റും. ആന്റണി പെരുമ്പാവൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഡേറ്റൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡിയാവും. അത് മോൺസ്റ്ററിൻ്റെ ക്ഷീണം അന്ന് തീർക്കും എന്നാണ് പറയുന്നത്. ഒരടിയുണ്ട്. ഓക്കെ. മലയാളത്തിൽ വൈശാഖ എടുത്ത പോലത്തെ ഒരു മാസം നിലവിൽ ആരും അങ്ങനെ എടുത്തിട്ടില്ല ഈ സമീപകാലത്ത്. അപ്പോൾ ഒരു അടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആവേശത്തിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് വേറൊരു ജോണറിലുള്ള മാസ് സിനിമകളെന്ന് പറയുമ്പോൾ വൈശാഖ എടുത്തിരിക്കുന്ന പോലെ ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ആ ഒരു ഏരിയയിൽ. അപ്പോൾ എന്തായാലും പുള്ളി ഒരു ആക്ഷൻ പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക്ഡാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇനി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അത് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ. ഇപ്പോൾ മമ്മൂക്കാനെ വെച്ച് ടർബോ ഇറക്കിയതുപോലെ തന്നെ അതിനേക്കാളും എത്രയോ ഫുൾ ഒരു ത്രൂ ഔട്ട് മാസ് ചെയ്യാൻ ലാലേട്ടനെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. ലാലേട്ടൻ അതിന് വേണ്ടി എന്തിനും തയ്യാറാണ്. പ്രത്യേകിച്ച് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഇപ്പോൾ പുലിമുരുകൻ്റെ ആ സമയത്ത് തന്നെ മമ്മൂക്ക വൈശാഖനെ വിളിച്ച് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് നേരത്തെ പണ്ടത്തെ ഒരു വീഡിയോ ആണ്. ഫൈറ്റ് ചെയ്യുമ്പോൾ അവനെ നോക്കിയേക്കണം, അതായത് ലാലേട്ടനെ കരുതണമാണ് മമ്മൂക്ക. ശ്രദ്ധിച്ചേക്കണം. അവന് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്, ലാലേട്ടന് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്, ഒന്ന് കരുതിയേക്കണം. ഓക്കെ. അതാണ് ആ ഒരു ബ്രദർലി ഹുഡ് അവിടെയാണ് അവർ കാണിച്ചത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒരു അടി വരാൻ സാധ്യതയുണ്ട്. അവറാച്ച എന്ന് പറഞ്ഞ പോലെ പണി വരാൻ പോകുന്നുണ്ട്. ഒരു മാസ് ആക്ഷൻ ഇഷ്ടംമാതിരി മാസ് സിനിമകളിന് വരാൻ പോകുന്നുണ്ട്. റംബാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ വരുന്നുണ്ട്, ജോഷിൻ്റെ. ചെമ്പൻ എഴുതിയിട്ടുള്ള പടം. ചെമ്പൻ്റെ ഒരു എഴുത്ത് നമുക്ക് ഊഹിക്കാം എങ്ങനെയാണ് അടി വരാൻ പോകണമെന്നുള്ളത്. അതേപോലെ തന്നെ മാസ് ആക്ഷനായിട്ടുള്ള ഇപ്പോൾ എമ്പുരാൻ വരുന്നു. ഇപ്പോൾ ഇത് പറയുന്നത് ഇതൊക്കെ മിക്കവാറും പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത പരിപാടി. കാര്യം ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇയാളുടെ പ്രോജക്റ്റ് നടന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ. വെയിറ്റിംഗ്. ബൈ.